ഇന്ത്യ UAE ബന്ധം കൂടുതൽ പുതിയ വിധാനങ്ങളിലേക്ക് വളരുകയാണ്. അബുദാബി കിരീടാവകാശം നടത്തിയ ഇന്ത്യ സന്ദർശനം അതിൻ്റെ മികച്ച വിളംബരം കൂടിയായി മാറി. ഡൽഹിയിലും മുംബൈയിലും വലിയ വരവേൽപ്പാണ് അബുദാബി കിരീടാവകാശിക്ക് ലഭിച്ചതും. ഇന്ത്യയും UAEയും കൂടുതൽ കൈകോർക്കുകയാണ്. ഗൾഫ് മേഖലയിൽ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധം കരുത്തുറ്റതാണ് ഇന്ത്യയുമായുള്ള ഈ ബന്ധം. സാമ്പത്തിക വ്യാപാര മേഖലകളിൽ ശക്തമാണ് ഈ മുന്നേറ്റം. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ഉണർവേകി. അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായകമാകുന്ന നിരവധി കരാറുകൾക്ക് രൂപം നൽകാൻ ഈ സന്ദർശനം വഴിയൊരുക്കിയിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലെ UAEയുമായിട്ടുള്ള സഹകരണം എണ്ണ ഇറക്കുമതി രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് വലിയ സഹായകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല എന്നത് മാറ്റി നിർത്തിയാൽ ഈ സന്ദർശനം വലിയ സാമ്പത്തികമായ സഹകരണത്തിന് വലിയ രീതിയിലുള്ള പ്രചോദനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2 ദിവസങ്ങളിലായി ഡൽഹിയിലും മുംബൈയിലും നടന്നത് വിവിധ പരിപാടികൾ. ഭാവി വികസന കാര്യങ്ങളാണ് കാര്യമായും ഇവിടെ ചർച്ചയായത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഊർജ മേഖലയിലെ കരാറുകളൊക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ബഹിർഗമനം കുറച്ചു കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഏറെ ഗുണപ്രദമാകുന്ന രീതിയിൽ ഒപ്പുവെച്ച കരാറുകൾ ചരക്കു നീക്കം, അതോടൊപ്പം തന്നെ മാനവ വിഭവശേഷി, ന്യൂക്ലിയർ കൺസൾട്ടൻസി എന്നീ മേഖലയിലെ കരാറുകളൊക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഭാവി സാധ്യതകൾ വിലയിരുത്തി. കിരീടാവകാശി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ സന്ദർശനമായിരിക്കാം ഇത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തോടൊപ്പം തന്നെ സൗഹൃദപരമായ ബന്ധം കൂടുതൽ സുദൃഢമാകാൻ ഈ ഒരു സന്ദർശനം വഴിയൊരുക്കും. കുറച്ചു മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശനം നടത്തിയ സമയത്ത് സെപ്പ കരാർ രൂപപ്പെടുകയും ആ രീതിയിൽ വലിയ തോതിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്താൻ അത് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികം, വ്യാപാരം ഉൾപ്പെടെ വിവിധ തുറകളിലെ പുരോഗതിയിൽ ഇരു രാജ്യങ്ങളും സംതൃപ്തരാണ്. 2 കൂട്ടരും ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക കരാർ ഇതാ 2 വർഷം പിന്നിട്ടിരിക്കുന്നു. കയറ്റിറക്കുമതി രംഗത്ത് വലിയ കുതിപ്പ് പ്രകടം. മുംബൈയിലായിരുന്നു UAE ഇന്ത്യ ബിസിനസ് ഫോറം നടന്നത്. അബുദാബി കിരീടാവകാശിയുടെ സാന്നിധ്യത്തിൽ ഉഭയകക്ഷി വ്യാപാര സാധ്യതകളാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്തതും. വാണിജ്യ വ്യവസായ മേഖലകളിലെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഫോറം. ഒട്ടേറെ കരാറുകളും അബുദാബി കിരീടാവകാശിയുടെ സന്ദർശനത്തിന്റെ ബാക്കിപത്രമാണ്. നിലവിലെ എണ്ണ സംഭരണ കരാർ നീട്ടുന്നതുൾപ്പെടെ ഊർജ്ജ മേഖലയിൽ ഇന്ത്യക്ക് തുണയാകുന്നതാണ് കരാറുകൾ. ആണവോർജ്ജ മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ട കരാർ UAEക്കാണ് കൂടുതൽ മുതൽക്കൂട്ടാവുക. മേഖലയിലെ സമവാക്യങ്ങൾ പലതും മാറിമറിയുന്ന സാഹചര്യം. എല്ലാ തുറകളിലും ചേർന്നു നിൽക്കാൻ തന്നെയാണ് ഇന്ത്യയുടെയും UAEയുടെയും തിടുക്കം. 2 രാജ്യങ്ങൾക്കും മാത്രമല്ല മേഖലക്ക് കൂടി അത് ഗുണം ചെയ്യും, ഉറപ്പ്.